ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എണീച്ചത് ഇപ്പോഴാണ്. ടൈം 6 മണിയാവാണ്. ഉറങ്ങിപ്പോയി. നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല കിടന്ന് ഉറങ്ങി. വണ്ടി അത് ചാട്ടാക്കി വെക്കട്ടെ. ഓണാക്കി വെച്ചിരുന്നു. അപ്പോൾ ഓട്ടോ അടിച്ചിരിക്കണ്. ഞാൻ ഫസ്റ്റത്തെ ഓട്ടോ അടിച്ചിരിക്കണ്. ഇനി മുഖം ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയി ഓടണം. 300 റുപ്യൻ്റെ ഓട്ടോ അടിച്ചു. എനിക്കിടെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഏതോ കാട്ടിലാണ്, എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി വീഡിയോ ആയിട്ട് കാണാം. ഞാൻ കേടുന്ന സ്ഥലമാണ് കാണുന്നത്, എവിടെയാണെന്നൊന്നും അറിയില്ല. അടിപൊളി സ്ഥലമായിരുന്നു. ഞാൻ എണീച്ചപ്പാടൊന്ന് ഓണാക്കി കേട്ടോ ആപ്ലിക്കേഷന്. അപ്പോൾ ഇതിന് ഓട്ടോ അടിച്ചിരിക്കണ്. ഇവിടെ സ്ഥലം ഒന്നും കറക്റ്റായില്ല. അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് കാണാം. ഇനി നേരെ കസ്റ്റമർ എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. ഇത് ഒരു കാടായിരുന്നു കേട്ടോ, ഫോറസ്റ്റ്. ഇവിടെ ഇരുന്ന് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇത് എവിടെയാണെന്നൊന്നും ഒക്കെ അറിയില്ല. ഉറക്കം വന്നപ്പോൾ വണ്ടി ഒന്ന് നിർത്തിക്കിടുന്ന് ഉറങ്ങി. ഏതോ ഒരു കാട്ടുമുക്കിലായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നും അതിൻ്റെ ഇല്ല. സുഖമായി കിടന്ന് ഉറങ്ങി. എന്തായാലും ഞാൻ കസ്റ്റമർ എടുത്തിട്ട് കസ്റ്റമർ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് അറിയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ കസ്റ്റമർ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് 6 മിനിറ്റോളം ഉണ്ട് കസ്റ്റമറുടെ ലൊക്കേഷനിക്ക്. ഇതിപ്പോൾ ഇവിടെ ഒരു അങ്ങാടിക്ക് എത്തിക്കണ്. നമ്മളെ കസ്റ്റമർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. കെങ്കേരി ആയിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴാണ് സ്ഥലം മനസ്സിലായത്. ഇതുവരെ സ്ഥലം അറിയാതെ പോയിരുന്നു, പണ്ട് പറഞ്ഞ മാതിരി. ഇപ്പോഴാണ് സ്ഥലം പിടിച്ചൊക്കെ അടിച്ച്. കെങ്കേരി റെയിൽവേ സ്റ്റേഷൻ പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. വിളിച്ചിരുന്നു. എന്തായാലും പോയി നോക്കാം, പുറത്തുണ്ടോ ഇല്ലയോ എന്നറിയാം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ കസ്റ്റമർ, അതെന്താ അറിയില്ല, ഫസ്റ്റ് കസ്റ്റമർ ഫുൾ മലയാളീസാണ്. എന്നോട് ഹിന്ദി സംസാരിച്ചിരുന്നിട്ട് ആദ്യം. കാരണം ഞാൻ ഹിന്ദി പാട്ടും വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ചോദിച്ച് സ്ഥലം എവിടെയാണ്. അപ്പോൾ പറഞ്ഞ് വലിയ കോട്ടയം. അതായത് അവർ ഹിന്ദിയിൽ സംസാരിച്ച് ഞാൻ വിചാരിച്ചാൽ അവർ ഹിന്ദിക്കാരാണ്. കാരണം എന്താ വെച്ചാൽ അവരും ഭാര്യയും ഭർത്താവാണ്. അപ്പോൾ ഹിന്ദി സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച ഹിന്ദിക്കാരായിരുന്നു. പക്ഷേ അവർ ബീഹാറിലെ അത്ര ആദ്യം. അപ്പോൾ അവിടുന്ന് അപ്പോൾ അങ്ങനെ ഹിന്ദി സംസാരിക്കല കൂടുതൽ. ഇപ്പം വന്നിട്ടുള്ളൂ ബാംഗ്ലൂർ. എത്ര വർഷങ്ങളായിട്ട് ബീഹാറിലെ യാത്ര. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക, അടുത്ത കസ്റ്റമറിന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓട്ടം കിട്ടിട്ടോ. വേറെ കസ്റ്റമർ, ഇതെന്താ കോളേജ് തോന്നുന്നു, എന്താണെന്നൊന്നും ഐഡിയ ഇല്ല. എന്തായാലും കസ്റ്റമർ കുഴപ്പമില്ലാത്ത കസ്റ്റമറായിരുന്നു. നമുക്കിവിടെ ഹോട്ടൽ നോക്കണം, ഫുഡ് കിട്ടണം. ഫുഡ് അത്യാവശ്യം. ഫുഡില്ലാതൊരു കാര്യം നടക്കില്ല. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഫുഡിൻ്റെ ഫുഡ് ഇവിടെ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് അതിന് അസംബ്ലി ചെയ്യാം. എന്തായാലും ഏരിയ ഒരു തണി ലോക്കലായി പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ഏരിയ നമുക്ക് കിട്ടിയത്. ഹോട്ടൽ ഉണ്ടോയെന്നറിയില്ലല്ലോ. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. ഒരു ഹോട്ടലുണ്ട്, പോയി നോക്കാം എന്താ പാടുന്നു. ഫുഡ് ഉണ്ടോ? പുട്ടുണ്ടോ? ഇവിടെ
ഫുഡ് നോക്കി നോക്കി നടന്നപ്പോൾ ഒരു കേരള ഹോട്ടലിനെ കിട്ടിയിരിക്കണം അവിടെ. അതാണ്, എവിടെ നിന്ന് പോയാലും മലയാളീസ് ഉണ്ടാവും. ഏതോ വില്ലേജ് വന്നപ്പോൾ ചിക്കൻ കറി പുട്ടും കിട്ടി. അത് പറഞ്ഞ പുട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ, നല്ല ഫുഡായിരുന്നു. നല്ല ചിക്കൻ കറി, പുട്ട്, ചായ. 90 റുപ്യ. അതായത് ചിക്കൻ കറി. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് തെറ്റിയിട്ടില്ലല്ലോ എന്ന്. ഇപ്പോൾ ഇല്ല, തെറ്റിയിട്ടില്ല. ഇവിടെ എങ്ങനെ അത്ര, ഇവിടെ അധികം കച്ചവടമില്ലാത്ത, അതായത് ഏരിയ അങ്ങനല്ലേ, അപ്പോൾ കുറച്ച് പൈസ കൂട്ടുള്ളൂ. അവർ പറഞ്ഞത് 30 പുട്ടിന്, ചിക്കൻ കറിക്ക് 50, 120 റുപ്യേന് പുറത്താക്കും. എന്തായാലും ഈ ലൊക്കേഷൻ ഞാൻ കണ്ടേക്കണം, ഇനി ആവശ്യം വരും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ്. ഞാൻ വിചാരിച്ച് ഈ സ്ഥലത്ത് ഓട്ടം കിട്ടില്ല എന്നാണ്. കാരണം ഒരു ഉള്ളേരിയല്ലേ, വില്ലേജ് ലൈഫല്ല, അപ്പോൾ അതുകൊണ്ട് ഓട്ടം കിട്ടും. പക്ഷേ ഹോട്ടലിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ടുള്ളൂ, അപ്പോഴത്തിന് ഓട്ടം കിട്ടി. ഇതാ പോകുന്ന സ്ഥലമോ, മാതിരി സ്ഥലം ഉണ്ടോ? സ്ഥലം ഫുൾ ഫോറസ്റ്റ് ഏരിയ, നല്ല ഉൾഗ്രാമം. ഫുഡ്, മലയാളി ഫുഡ്. ആ ഹോട്ടലിൽ ഞാൻ ഇതാക്കി കണ്ടുവച്ചിട്ടു, ലൊക്കേഷൻ സേവ് ചെയ്തു. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഈ വൈക്ക് വരുമ്പോൾ കാണാം. നിങ്ങളൊന്ന് കാണി ഈ ഒരു ലൊക്കേഷൻ. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മൾ പോയി? പുറത്ത് പാടാട്ടോ. പാടം എന്ന് പറയാൻ പറ്റൂല. ഇത് നെല്ലാണോ എന്നൊക്കെ അറിയില്ല, പക്ഷെ അടിപൊളി സ്ഥലമായിപ്പോയി. ഇടക്കിടക്ക് മാത്രം വരുന്ന വണ്ടികൾ. നിങ്ങൾക്ക് മൂത്രമൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വണ്ടി ചവിട്ടിട്ടോ, വേറൊന്നുമല്ല, മൂത്രമൊക്കെയായിരുന്നു. വണ്ടി കയറില്ലേ. അപ്പം നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് കാണി. എങ്ങനെയുണ്ട് നമ്മൾ പോണ റൂട്ട്? പൊളിയല്ലേ, പൊളി. നമ്മളിപ്പോ മറ്റേ മുത്തങ്ങക്കൂടെയാണ് യാത്ര ചെയ്യുന്നത്. മുത്തങ്ങ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യണ്ടപ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ലേ? എന്തായാലും ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ അപ്പുറത്തും ഇതും. നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റാണ് ഇപ്പോൾ. കർണാടക മുത്തങ്ങ ഫോറസ്റ്റിൽ യാത്ര ചെയ്യാണ്. എങ്ങനെ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനായി പോയി അല്ലേ? നമ്മളെ കസ്റ്റമർ നമ്മളെ ക്യാൻസൽ ആക്കിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ സ്റ്റോപ്പ് ആക്കി ഒന്ന് വണ്ടി. സാധാരണ കസ്റ്റമർ സ്റ്റോപ്പ് ആക്കിയ അപ്പോൾ ക്യാൻസൽ അടിക്കലാണ്. അതെന്താ അറിയില്ല. ശരിക്കും ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പിക്കൊക്കെ എടുക്കണമെന്നുണ്ട്. എനിക്ക് ആഗ്രഹം എൻ്റെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് കൊണ്ട് പിക്ക്. പക്ഷേ ഇപ്പോൾ ടൈമില്ല, നേരമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അയ്യോ, ചെറുതായിട്ട് അമ്പാടിയത്, വേറെ പ്രശ്നമില്ല. ആഹാ, ഇപ്പം എന്തോ ഒരു വെളിച്ചം വന്ന മാതിരി. അപ്പുറത്തൊക്കെ മുന്തിത്തോട്ടാട്ടോ കാണുന്നത്. മുന്തിത്തോട്ടുണ്ട് കണ്ടു കാണും. അങ്ങനെ ഇപ്പോൾ ഒരു കസ്റ്റമർ പോയിന്നുണ്ട്. അത് 5 ആളുണ്ടായിരുന്നു. 4 ആളെന്ന് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ മലയാളീസാണ്. പിന്നെ കോളേജ് ചെക്കന്മാരല്ലേ, അങ്ങനെ വേണ്ടി പറഞ്ഞിട്ടില്ല. 5 ആളിപ്പോൾ ഇറക്കി വിട്ട്. കോളേജ് ഇറക്കി വിട്ട്. പിന്നെ അങ്ങനെ കാര്യങ്ങൾ. അടിപൊളി കോളേജാട്ടോ. പിന്നെ അപ്പം ഈ CNG 2 ഘട്ട CNG ഉണ്ട്.
അതുകൊണ്ട് എവിടേക്ക് എത്തില്ല. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓഫാക്കിയിരുന്നു. നീ CNG അടിച്ചിട്ട് ഓടാൻ വിചാരിച്ചു, കാരണം അല്ലെങ്കിൽ ഞാൻ പെടും. അപ്പോൾ CNG അടിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ വൈക്ക് എയർപോർട്ടിൽ പോയി നിട്ടാ. അപ്പോൾ ഇതിന് നമുക്ക് ഓട്ടടിച്ച്, ഇവിടെ നല്ല മഴയാണ്. നമുക്ക് അപ്പോൾ ഇതിന് ഓട്ടടിച്ചിരിക്കണ്. ഒരു 400 ഉറുപ്പ്യൻ്റെ ഓട്ടടിച്ച് ഞാൻ എടുക്കാൻ പോവാണ്. ഭയങ്കര മഴ. ഞാൻ വഴി കണ്ടപ്പോൾ ഒന്ന് വിളിച്ചിട്ട് കസ്റ്റമർക്ക് ഇങ്ങനെ വഴി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, പോരെ വഴി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതാണ് സംഭവം. എവിടേക്കാണാൻ പോണ്. ഞാനിങ്ങനെ വിചാരിച്ചിട്ട് എന്താണ് ഓഫ് റോഡ് കിട്ടാത്തത്. ഇപ്പോൾ അതിൽ കിട്ടി, ഓഫ് റോഡ് പോയി. ഇവിടെ വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്, പോരേന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. അറിയില്ല വഴി ഉണ്ടോ ഇല്ലതൊന്നും. ഇവിടെ ഡയറക്റ്റ് റോഡല്ല, അതാണ് പ്രശ്നം. അയ്യോ വഴി കഴിഞ്ഞോ? വൈ മാൻ ഇങ്ങോട്ട് വഴി പോണ്ട്. എന്താ വണ്ടിയേ പെടുവാടാ നമ്മൾ പോയാൽ. കുറച്ച് പോയി നോക്കാം. വൈ കഴിഞ്ഞു ഗൈസ്. സത്യത്തിൽ ഇവിടെ വഴിയില്ല. ഓക്കെ, നമ്മുടെ വണ്ടി പെടും കേട്ടോ. അങ്ങനെയെങ്കിൽ സത്യത്തിലേ അങ്ങ് വഴിയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ പോകണം. വേറെ റൂട്ടുണ്ട്, അവിടെ പോയി നോക്കാം. അവിടെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്നാലും പോയി നോക്കാം. വണ്ടിയൊക്കെ ചളി കുടിച്ച് ഇതൊക്കെ കൊണ്ടുവരാം. അടിക്ക് തട്ടി സത്യത്തിൻ്റെ വഴിയില്ല. അത് ഏതോ അവിടെ വഴി അടച്ചിക്കണ്. എന്നോട് വേറെ വഴി ഉണ്ട്, അതിൽക്കൂടെ വരാണ്. ഏത് വഴി? നമുക്കെന്താ ലൊക്കേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, വേറെ വഴി ഉണ്ടാവുമല്ലോ. ഏത് അല്ലാ, ഇവിടെ ചവിട്ടേ കിട്ടൂല. വൈക്കന്നെ പോവും. ക്ലീൻ ചെയ്യുന്ന മായില്ല പിന്നെ നിനക്ക് കിട്ടുന്നു. അതേപോലെ സ്ഥലം എങ്ങുണ്ട് ഇവിടെ നോക്ക്. ഇവിടെ നിന്ന് നോക്ക് എങ്ങുണ്ട്. ആ റോഡാണ് അപ്പുറത്ത് നല്ല പച്ചപ്പ്. ആഹാ അടിപൊളി. ബൈ ബൈ ബൈ. ഓക്കെ, നമുക്കെന്ന് എന്ത് ചെയ്യാം, വേറെ റോഡ് കുറിച്ചോക്കാം. കസ്റ്റമർ ക്യാൻസൽ ആക്കിയിട്ടില്ല. ക്യാൻസൽ ആക്കുമെന്ന് അറിയില്ല, നോക്കാം. ക്യാൻസൽ ആക്കാപ്പോൾ പോയി, വേറെന്താ അയാൾക്ക് പോയി. നമ്മൾ മിസ്റ്റേക്ക് അല്ലല്ലോ, അവർ മിസ്റ്റേക്ക്. അങ്ങനെ നമ്മളെ ആ റോഡ് വഴിക്ക് വേറെ റൂട്ടിലേക്ക് വന്നിരിക്കണ്. നമ്മളെ ഗൂഗിൾ ചേച്ചി പറ്റിച്ചതാണ്. ചേച്ചി പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് പറ്റിക്കോന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഗൂഗിൾ മാപ്പ് പറ്റിക്കൊല്ലേ നമുക്ക് നോക്കാം. അല്ല നമുക്ക് കഴിഞ്ഞാൽ पास रोड है ना? ये पास रोड है? ये रोड है? ए लोकेशन इधर है. लोकेशन कस्टमर लोकेशन इधर है. कैसा है? ने സംഭവം ഇത് ക്രഷാണ്. ക്രഷ് എന്താ പറയുക, കല്ലൊക്കെ വെട്ടുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതുപോലെ സംഭവമാണ്. അതാണ് സംഭവം. ഞാനിപ്പോൾ അവിടെ 2-3 ലോക്കൽസ് ഉണ്ട്, അവർക്ക് വിളിച്ച് ചോദിച്ചിട്ടോ. അവർ പറഞ്ഞു ഈ റോഡ് തന്നെയാണ്, വലിയ പൊയ്ക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല എങ്ങണ്ടാണ് എന്താണെന്ന് അറിയില്ല. അല്ല കഴിഞ്ഞു, റോഡ് കഴിഞ്ഞോ? ഇത് ലോറികൾ മാത്രം പോയ റോഡാട്ടോ. ഫുൾ ഓഫ് റോഡ് ആകുമ്പോൾ ഞാൻ ഇത്രയ്ക്ക് ഓഫ് റോഡ് പ്രതീക്ഷിച്ചില്ല. എന്തായാലും പോയി നോക്കാം. എല്ലാവരും നോക്കി എന്നെ നോക്കിയിട്ട് പാവം പെടാൻ പോവാണല്ലോ എന്നുള്ള നോട്ടാണ് പഠിച്ചോണ്ട് നോക്കിന്. റബ്ബേ എല്ലാവരും പാവം പെടാൻ പോവാണല്ലോ എന്നില്ല നോട്ടാണോ പഠിച്ചോണ്ട് നോക്കണമെന്ന് ഐഡിയില്ല. എൻ്റെ വണ്ടി അത് അവിടെ അടി തട്ടുമല്ലോ പഠിച്ചോനെ. ക്യാൻസൽ ആക്കണോ? ക്യാൻസൽ തോന്നില്ല വണ്ടി പോകുന്നു. എല്ലാവും അല്ല അടി തട്ടും വണ്ടി പോകില്ല. എന്ത് ചെയ്യാ,
നമുക്ക് ക്യാൻസൽ അടിക്കാം. നോ ഓപ്ഷൻ. ഒന്ന് അടിയാട്ടി അങ്ങനെ വണ്ടി ഓടിക്കും. നമുക്ക് ക്യാൻസൽ അടിക്കാം. സോറി സാർ, സോറി. നമ്മൾക്ക് ഈസിയാണ്, നമുക്ക് ഈസി അല്ലല്ലോ. ഏത് നമുക്കതൊക്കെ പറയും. കാരണം അവർക്കൊന്നും പോകാനില്ല, വരാനില്ല. നമുക്ക് പോകണുണ്ട്. നമുക്ക് പോവാ. നമുക്ക് ക്യാൻസൽ റിട്ടേൺ ക്യാൻസൽ. സംഭവം 500 രൂപയുടെ ഓട്ടാട്ടോ, പക്ഷേ നമ്മൾ പെടും. അങ്ങനെ ഗൈസ്, നമ്മളാ ട്രിപ്പ് ക്യാൻസൽ അടിച്ചിട്ടോ. നമ്മളൊക്കെ ഊബറിൽ വാഗണറുമായിട്ട് താറാക്കണം, അല്ലെങ്കിൽ വല്ല കൂർക്കാക്കണം അങ്ങോട്ട് പോകണമെങ്കിൽ. അടി തട്ടും, ഷോറേ തട്ടും. ഞാനൊക്കെ ഓഫ് റോഡിൻ്റെ ഭ്രാന്താണ്. ഞാനൊക്കെ ഇങ്ങനെ ഓട്ടം കിട്ട കാത്തില്ല. പക്ഷേ ഇത് വണ്ടി പ്രശ്നമാണ്. അങ്ങനെയാ എൻ്റെ ഡ്രസ്സ് മാറി. ഞാൻ വണ്ടിയിലൊരു ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ ഹോട്ടലിൽ പോയി. കേരള ഹോട്ടൽ ഉണ്ടായത് ഇവിടെ. അവിടെ പോയി നല്ല ഫുഡ് കഴിച്ചു കേട്ടോ. ചോറ്, അയില, 2 പഴംപൊരി, ഒരു വാട്ടർ ബോട്ടിൽ, 250 റുപ്യ. ഒരു ട്രിപ്പ് പോയ പൈസ ടീം 250 റുപ്യയായി. മലയാള ഹോട്ടലാകുമ്പോൾ പൈസ കൂടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് അപ്പോൾ നമ്മളിനി റൂമിൽ നിന്ന് പോകണം, വാഷ് ചെയ്യാണ്ട്, പിന്നെ ഒന്ന് ഫ്രഷ് ആവണുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഇനി ഓടുള്ളൂ. ഇപ്പോൾ ഓട്ടം സ്റ്റോപ്പാക്കിയിട്ടിരിക്കുകയാണ്. 2-3 പണി, അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഉണ്ടാവില്ല, നാളെ ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് കാണാം. ഓക്കെ. ബാംഗ്ലൂരിലെ ഞങ്ങളുടെ വീട് അടിപൊളി ലൊക്കേഷനാണ്. മനുഷ്യരില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ. റൂം നമ്മൾ അളക്കണ ലൊക്കേഷൻ ഒന്ന് കണ്ടോളൂ കേട്ടോ. അത് നോക്കിയാൽ പശുക്കളും നല്ല ഗ്രാമീണതല്ല സ്ഥലം കേട്ടോ. അങ്ങോട്ട് നോക്കിയാലും ഫുൾ പച്ചപ്പ്, ഫുൾ ഗ്രീനറി ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ റൂം. അങ്ങനെ തിരുമ്പി കുളിച്ച് മാറ്റി ഇതാ വണ്ടി എടുക്കുകയാണ്. ഓടാൻ പോവാനാണ്. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷായി. ഇനി നേരെ ഓട്ടം. ചെറുതായി മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഫുൾ ഓഫ് റോഡ് കേട്ടോ. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, കാണാം. ഫുൾ ഓഫ് റോഡ് കേട്ടോ. വണ്ടിക്ക് ടയറൊക്കെ ഉള്ള കറങ്ങാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, ചളിയാണ്. റൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ ഓഫ് റോഡിലൊരു യാത്ര. ഇവിടെ വലിയൊരു കയറില്ലേ. വാഗണർ ഫുൾ സെറ്റപ്പാട്ടോ. വാഗണറിനെ കൊച്ചാക്കണ്ട. വണ്ടി ചെറിയ വണ്ടിയാണെങ്കിൽ ഏത് ചളി മണ്ണൊക്കെ കയറും. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഒരു 250 റുപ്യൻ്റെ ട്രിപ്പ് അടിച്ചിട്ടാ. അപ്പോൾ അത് എടുക്കാൻ പോവാണ്. എനിക്ക് ഈ വില്ലേജ് ഭയങ്കര ക്രൈസാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വില്ലേജ് എത്തുമ്പോൾ വീഡിയോ എടുക്കുന്നത്. ഈ ബാംഗ്ലൂർ സിറ്റി എന്നൊക്കെ കണ്ട് ഒഴിഞ്ഞ് മാറി ഈ ഇതുപോലുള്ള ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാണ്. അത് വേറൊരു രസമാണ്. ഓരോരോ പല പല കാഴ്ചകളും കാണാം. നമ്മൾ സിറ്റി ലൈഫിൽ കിട്ടാത്ത കുറേ കാഴ്ചകൾ, ഇതുപോലെ പശു, ആട്, കോഴി, അങ്ങനെ പല ഇതും കാണാം കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം തരും, കുറേ പേഴ്സൻ്റ് ആയിട്ട് ഇതുപോലെ ഒരു ഉള്ളേരിയയിൽ കാടിനുള്ളിലൊരു വീടായിട്ട് അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കട്ടൻ ചായയും മിച്ചറും തിന്ന് അങ്ങനെ ഇരിക്കാൻ എൻ്റെ ആഗ്രഹമുണ്ട്. ഏത് കാലത്താണാവോ അതൊക്കെ സാധിക്കും.
എന്തായാലും പരിശ്രമം വണ്ടേ എന്നുള്ള അമ്പാണ്, പക്ഷെ അമ്പ് കാണൂല. നമ്മളെ ഒരു ഫോറസ്റ്റിക്കൊക്കെ കയറണം കേട്ടോ. ഫോറസ്റ്റിനല്ലേ, ഫോറസ്റ്റ് ഏരിയ അല്ല, ഒരു കാട് പോലത്തെ ഒരു സംഭവത്തിക്കാണ്. എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ അല്ലേ? നല്ല കാമൻ കൊയിറ്റായിട്ടുള്ള സ്ഥലം. എന്താ സംഭവം ഒന്നും വലിയ ഐഡിയ ഇല്ല. എന്തായാലും അടിപൊളി ലൊക്കേഷനാണ്. എങ്ങനെയുണ്ട് ആ ഒരു ഓട്ടം? കസ്റ്റമർ ലൊക്കേഷൻ കൊണ്ട് റൂട്ട് എങ്ങനെയുണ്ട്? ഫോറസ്റ്റ് ഏരിയ. പൊളി. മൃഗങ്ങളൊന്നും ഇല്ലാത്ത കാടാട്ടോ. പക്ഷെ റോഡ് അയക്കൂടെ ഇതിക്കൂടെ പോകുന്നുണ്ട്. അതിക്കൂടെ പോകാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, രക്ഷ ആകെ കെട്ടി അങ്ങനെ കാട് കഴിഞ്ഞിട്ടാ. കാട് ഇങ്ങനെ അടിപൊളി ലൊക്കേഷൻ ആയില്ലേ? ഈ രാവിലെ തന്നെ നല്ലൊരു വൈബ് ലൊക്കേഷനുള്ള കാലത്തേക്ക് ഫോട്ടോ കിട്ടാറുണ്ട്. എന്താ പോണ്. നമുക്കൊരു റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടം കിട്ടിട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത ഓട്ടത്തിന് വേണ്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കാത്തിക്കാണ്. അടിപൊളി കേട്ടോ. അങ്ങനെ നമ്മളൊരു കസ്റ്റമറെ എടുത്തിട്ടോ. നമ്മൾ നേരത്തെ പോയില്ലേ, നമ്മൾ ആ കസ്റ്റമറെ കൊണ്ടാക്കിയിട്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട്, അവിടേക്കാണ്. അവിടെ എത്തുന്ന മുമ്പ് ഭയങ്കരമായ റോഡും കൊണ്ടൊന്നും കാണില്ല. അടിപൊളി സ്ഥലമായിരുന്നു, പക്ഷെ മഴയായിപ്പോയി. നല്ല മഴയാണെങ്കിൽ കുഴപ്പമില്ല, റോഡാണ് പറ്റാത്തത്. ഏതിൽ കൂടെ ഒക്കെ പോകാമെന്ന് ഐഡിയ ഇല്ല. കണ്ണി കണ്ട റോട്ടിൽ കയറി പോകുന്നുണ്ട്. നോക്കട്ടെ എവിടെ എത്തുന്നു. ഇനി വേറെ ഓട്ടൊന്നും അടിച്ചിട്ടില്ല. ഞാൻ വണ്ടി ഒന്ന് ഇതാക്കണം, സൈഡാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവുള്ളൂ. വയ്യ, കാല് ഭയങ്കര വേദന തുടങ്ങി. കാല് വേദന ബ്ലോക്കിൽ വരുന്ന അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഫുൾ ഓഫ് റോഡാണ്. പിന്നെ ഇതൊക്കെ ഏത് കല്ലും മുള്ള നമ്മൾ പോയാൽ പറ്റുമോ? ശരിക്കും വേഗന ഒരു സംഭവം കേട്ടോ. ഏതൊക്കെ ചളിയായാലും മണ്ണായാലും വണ്ടി കയറും. വണ്ടിക്ക് യാതൊരു പരാതി ഇല്ല കേട്ടോ. വണ്ടിക്ക് അങ്ങനെ യാതൊരു പരാതികളും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി പോവും. ടയർ താവനനുസരിച്ച് വണ്ടി പോകും. കല്ലും മുള്ളൊന്നും വണ്ടിക്കൊരു പ്രശ്നമില്ല. എനിക്ക് വണ്ടി ഒന്ന് ഇതാക്കണം, സൈഡാക്കിയിട്ടേ കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. കാല് ഷൂവിൻ്റെ ഉള്ളിലായ തന്നെ ഭയങ്കര അസ്വസ്ഥത. ഏതൊക്കെ പേരൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇതിവിടെ എന്തോ ഒരു ഇതാട്ടോ, നമ്മളെ എന്തോ ഒരു അമ്പലമാണ്. നല്ല പ്രസിദ്ധമായ ഒരു അമ്പലമാണിത്. അപ്പം അങ്ങനെ എന്തൊക്കെ പ്രത്യേകത അതിനുണ്ട്. എന്തായാലും ഇങ്ങനെ റോഡ് ഉണ്ടെങ്കിൽ സൂപ്പറല്ലേ? അതാ എൻ്റെ മുറ്റാട്ടം രണ്ട് വണ്ടി തന്നെ പെട്ടു. ഒരു വണ്ടി കറക്റ്റാണ്. എനിക്കൊന്ന് വണ്ടി സൈഡാക്കണമായിരുന്നു. എവിടെ നല്ല സ്ഥലം, ഒരു സ്ഥലം കാണില്ലല്ലോ. രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്, അതിനായിരുന്നു. ഒന്ന് നമ്മൾ ചെരുപ്പൊന്ന് ഇതാക്കണമായിരുന്നു, കാരണം ഭയങ്കര വേദന.
കാലേ അപ്പോൾ 2 ബ്ലോക്കിൽ പൊട്ടിട്ട് പൊട്ടും. ബ്ലോക്കാണെങ്കിൽ കുഴപ്പമില്ലേ, ഇത് ഭയങ്കര കാല് വേദന ഭയങ്കര. ഒന്നാമത് ക്ലച്ച് ഭയങ്കര ഇതായി കാണേ, മറ്റേ ടൈറ്റായി കാണും. നമ്മളെ വണ്ടി ഒന്ന് സ്റ്റോപ്പാക്കിട്ടോ, ഭയങ്കര മഴയാണ്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാല് ഭയങ്കര വേദന. ആദ്യമൊക്കെ ഇരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഓട്ടം വന്ന് ഇവിടെ എടുത്താണ്. അപ്പോൾ അതെടുത്തിട്ട് നേരെ ബാംഗ്ലൂർക്കാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. ഭയങ്കര മഴ കേട്ടോ. മഴത്ത് വണ്ടി ഓടിക്കാൻ അപ്പോൾ പറ്റിയ രസം തന്നെയാണ്. അങ്ങനെ ഗൈസ് നമ്മളെ ആ ഒരു ഓട്ടം ഇറക്കി വിട്ടിട്ടോ. അത് എയർപോർട്ട് റോട്ടിലായിരുന്നു. അത് നല്ലൊരു ഓട്ടമായി. ഞാൻ അപ്പോൾ ഇതിന് വേറൊരു ഓട്ടം, നമ്മൾ ആ ഓട്ടം ഇറക്കി വിട്ടിട്ടോ. നമുക്ക് വേറൊരു ഓട്ടം കിട്ടി. ഇങ്ങനെ ഇനി അത് എടുക്കാൻ പോകണം, പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ കസ്റ്റമറെ ഇറക്കിട്ടോ. അത് ബീഹാറിലെ സാർമാരായിരുന്നു. എൻ്റെ പൊന്നോ, റോഡ് കാണണം. കുറച്ച് ഞാൻ കാണാം റോഡിൻ്റെ അവസ്ഥ. എൻ്റെ പൊന്നോ, എന്ത് റോഡ്! എൻ്റെ ടയറിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു ഉള്ളിൽ വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബാംഗ്ലൂർക്ക് നിന്നപ്പോൾ അയ്യട്ടോ, പുറത്ത് വന്ന കഴിഞ്ഞ് കാര്യം. അങ്ങനെ അതിങ്ങനെ ഇറക്കി വിടുമ്പോൾ എനിക്ക് വേറെ ഓട്ടം അടിച്ചിട്ടാ. ഒരു മാഡം വിളിച്ചിരുന്നു, എപ്പോൾ എത്തും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 8 മിനിറ്റ്, ശരിക്കും 14 മിനിറ്റ് ഉണ്ട്. ഞാൻ 8 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാഡത്തിന് അറിയാമല്ലോ, അത് മറ്റേ പുറത്താണ്, അതുകൊണ്ട് ബ്ലോക്ക് മറ്റേ റോഡൊക്കെ മാഡത്തിന് അറിയാം. അതുകൊണ്ടൊന്നും ഉണ്ടില്ല. ഓക്കെ എന്ന് പറഞ്ഞു. റോഡെന്ന് പറയില്ല, ഇവിടെ റോഡില്ല. സത്യത്തിൽ ഇവിടെ റോഡില്ല. ഇവിടെ റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല, ഫുൾ കച്ചറ. ഈ ലോറിക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല. ലോറിക്കാർക്ക് സിമ്പിളായി പോവും. കാറിലാണ് പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പെടലോ. അത് കണ്ടു നോക്കി. കുറച്ചുള്ളൂ ഇവിടെ. ഞാൻ വന്ന റോഡ് വേറെ, അപ്പം ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാൻ വന്ന റോഡിൻ്റെ ഒരു അവസ്ഥ ഫുൾ കുഴി. ഫുൾ കുഴി. ഡാൻസും കളിച്ച് പോവാ. ഓഹോ, അതിൻ്റെ ഇടയ്ക്ക് കൊയ്യൊന്നും അറിയില്ല. എന്നിട്ട് അയാൾക്ക് ചാടി. ഓൻ്റെ ലൈറ്റ് ഒക്കെ ഓൻ്റെ ലൈറ്റിങ് തീരെ ഇഷ്ടം. അങ്ങനെ ഞാനൊരു അങ്ങാടി എത്തി കേട്ടോ. എനിക്ക് വണ്ടി സൈഡാക്കണം, ഉറങ്ങാനല്ല. ഞാൻ ജസ്റ്റ് ഇപ്പം എവിടെ നിൽക്കണമെന്ന് നോക്കണ്ടേ. ലൊക്കേഷൻ ഓണാക്കിയിട്ട് ഇപ്പോൾ എവിടെ നിൽക്കണ്, ഇനി എങ്ങനെ പോകണമെന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, ഉറങ്ങട്ടെ ചോദിച്ചാൽ അവർക്ക്. പോലെ പറഞ്ഞു ഇവിടെ ഉറങ്ങണ്ട, ഇവിടെ രാത്രി വെള്ള സാരി കുറ്റിയിട്ട് ആൾക്കാർ വന്നിട്ട് പേടിപ്പിക്കുകയാണ്, സാധനമൊക്കെ കൊണ്ടുപോകുന്നതാണ്. അതാ കേട്ടപ്പോൾ പേടി. കാരണം നമുക്ക് ഞാൻ ഒറ്റക്കല്ലേ. അങ്ങനെ ആ ഭായിമാർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുകയാണ്. കാരണം അവിടെ സൈഡാക്കണ്ടെന്ന് പറഞ്ഞു. അത് സംഭവം തമിഴ്നാട് ബോർഡർ ആട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ആകെ 600 മീറ്ററുള്ളൂ ഞാൻ ആ കസ്റ്റമർ കൊണ്ടുവന്നാക്കിയത്. വല്ലാത്ത ആദ്യമായിപ്പോയി. അപ്പോൾ ഇത് തമിഴ്നാട് എത്തിയാൽ മതി കേട്ടോ. തമിഴ്നാട് 600 മീറ്റർ പോയാൽ തമിഴ്നാട്ടിലേക്ക് എത്തി. അല്ല പ്രൈവറ്റ് അടക്കേണ്ടത്. ഞാൻ എന്തായാലും വണ്ടി ഒന്ന് സൈഡാക്കി ഒന്ന് ഇതാവട്ടെ. എന്നിട്ട് ഞാൻ ഒന്ന് ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലം കിട്ടണം. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതേ കിടക്കണു CNG 24 hour CNG എന്ന് പറഞ്ഞൊരു പമ്പ്. ഒന്നും നോക്കിയില്ല, കയറ്റി ഫുൾ ടാങ്ക് അടിച്ചു. കാരണം രാവിലെ നല്ല ഓട്ടം കിട്ടുപെടുന്നു. അങ്ങനെ അപ്പോൾ CNG ഇല്ലെങ്കിൽ പെടും. അങ്ങനെ CNG ഫുള്ളാക്കി അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. പുതിയ പമ്പാട്ടോ, അങ്ങനെ അടിപൊളി ബാത്റൂമൊക്കെ ആയിരുന്നു. നല്ല വൃത്തിയില്ല ബാത്റൂം. അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ CNG ഫുള്ളായി, ബാത്റൂമിലും പോയി, സന്തോഷമായി. ഇനി നമുക്ക് ഉറങ്ങാനൊരു സ്ഥലം. ഇവിടെ എന്താ പാട് സ്ഥലം? റോഡിൻ്റെ വക്കത്തായതുകൊണ്ട്
എനിക്ക് സമാധാനമില്ല തുറക്കാവും. കാരണം എന്താ വെച്ചാൽ വണ്ടി ഇങ്ങനെ പായുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും ഉള്ളിൽ. അങ്ങനെ സംഭവം നമുക്ക് കുറച്ചും പോയിട്ട് അങ്ങനെ ഉറങ്ങാനുള്ള സ്ഥലം നോക്കി എവിടെ എത്തിക്കണേ. സത്യത്തിൽ റൂം എടുക്കാനും പ്രാന്താണ്. ഉറങ്ങാനുള്ള സ്ഥലം നോക്കി പോവാ. എന്നിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉറങ്ങും കേട്ടോ. അത് വേറെ ഇഷ്ടം. എന്തായാലും കുറച്ചും കൂടെ ഉണ്ട് പോയേക്കാം. ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഞാൻ ആക്കി വണ്ടി നമുക്ക് കുറച്ച് ഫ്രണ്ടില്ല. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. അതാകുമ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലത്ത് എത്തിക്കണം. ഇവിടെ സൈഡാക്കാൻ പറ്റുമെന്ന് കുറച്ചും കൂടി കേട്ടിട്ടിട്ട് അല്ല അവിടെ കല്ല എന്താണ് ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഉറങ്ങാണ്. വണ്ടി നിർത്തിയിട്ട് കുഴപ്പമില്ല, സ്റ്റഡിയാണ്. ഇനി ഉറങ്ങിയിട്ട് ഇനി നാളത്തെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. അപ്പോൾ നാളെ പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുവരെക്കും ബൈ. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി കേട്ടോ. ഇവിടെ ഒരു നല്ല സ്ഥലത്താണ് തോന്നുന്നത്. ഇനി നമുക്ക് ഉറങ്ങാം. ഇനി എന്താ പറയുക, പുതിയ വീഡിയോ നാളെ കാണാം. നാളത്തെ വിശേഷങ്ങളൊക്കെ വരാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം. ബൈ.